11-12-25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, സംഗമയുഗത്തിൽ നിങ്ങൾ ബ്രാഹ്മണ സമ്പ്രദായം ആയിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ മൃത്യുലോകത്തിലെ മനുഷ്യനിൽ നിന്നും അമരലോകത്തിലെ ദേവതയാകേണ്ടതുണ്ട്. ചോദ്യം: കുട്ടികളായ നിങ്ങൾ ഏത് നോളജ് മനസ്സിലാക്കുന്നത് കാരണം പരിധിയില്ലാത്ത സന്യാസം ചെയ്യുന്നു? ഉത്തരം: നിങ്ങൾക്ക് ഡ്രാമയുടെ യഥാർത്ഥ നോളജ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഡ്രാമയനുസരിച്ച് ഇപ്പോൾ ഈ മുഴുവൻ മൃത്യുലോകവും ഭസ്മമാകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ലോകം വർത്ത് നോട്ട് എ പെനി ആയിരിക്കുന്നു. അതായത് ചില്ലിക്കാശിന് വിലയില്ലാത്തതായിരിക്കുന്നു. നമുക്ക് വർത്ത് പൗണ്ട് ആകണം, അതായത് മൂല്യമുള്ളവരാകണം. ഇതിൽ എന്തെല്ലാം സംഭവിക്കുന്നു അത് വീണ്ടും അതേപോലെ കൽപ്പത്തിനു ശേഷം റിപ്പീറ്റ് ആകും. അതിനാൽ നിങ്ങൾ ഈ മുഴുവൻ ലോകത്തോടും പരിധിയില്ലാത്ത സന്യാസം ചെയ്തിരിക്കുന്നു. ഗീതം. വരാൻ പോകുന്ന നാളെയുടെ ഭാഗ്യമാണ് നിങ്ങൾ. ഓം ശാന്തി. കുട്ടികൾ ഗീതത്തിൻ്റെ ലൈൻ കേട്ടു. വരാൻ പോകുന്നത് അമരലോകമാണ്. ഇതാണ് മൃത്യുലോകം. അമരലോകത്തിൻ്റെയും മൃത്യുലോകത്തിൻ്റെയും പുരുഷോത്തമ സംഗമയുഗമാണിത്. ഇപ്പോൾ ബാബ സംഗമത്തിൽ പഠിപ്പിക്കുന്നു. ആത്മാക്കളെയാണ് പഠിപ്പിക്കുന്നത്. അതിനാൽ കുട്ടികളോട് പറയുന്നു, ആത്മാഭിമാനിയായി ഇരിക്കൂ. നമ്മളെ പരിധിയില്ലാത്ത ബാബ പഠിപ്പിക്കുകയാണ് എന്ന നിശ്ചയം വരുത്തണം. നമ്മുടെ എയിം ഓബ്ജക്റ്റ് ഇതാണ്: ലക്ഷ്മി നാരായണൻ അഥവാ മൃത്യുലോകത്തിലെ മനുഷ്യനിൽ നിന്നും അമരലോകത്തിലെ ദേവതയാവുക എന്നത്. ഇങ്ങനെയുള്ള പഠനം ഒരിക്കലും കാതുകളിലൂടെ കേട്ടിട്ടില്ല. കുട്ടികളെ, നിങ്ങൾ ആത്മാഭിമാനിയായി ഇരിക്കൂ എന്ന് ആരോടെങ്കിലും പറയുന്നതായി കണ്ടിട്ടില്ല. പരിധിയില്ലാത്ത ബാബയാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന നിശ്ചയം വരുത്തൂ. ഏതൊരു ബാബയാണ്? പരിധിയില്ലാത്ത ബാബ നിരാകാരനായ ശിവനാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണ സമ്പ്രദായം ആയിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ദേവതയാകേണ്ടതുണ്ട്. ആദ്യം ശൂദ്ര സമ്പ്രദായത്തിലേതായിരുന്നു. ബാബ വന്ന് കല്ല് ബുദ്ധിയിൽ നിന്നും പവിഴ ബുദ്ധിയാക്കി മാറ്റുന്നു. ആദ്യം സദോ പ്രധാനവും പവിഴ ബുദ്ധിയുമായിരുന്നു. ഇപ്പോൾ വീണ്ടും ആവുകയാണ്. സത്യയുഗത്തിലെ അധികാരിയായിരുന്നു എന്നല്ല പറയേണ്ടത്. സത്യയുഗത്തിൽ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. പിന്നെ 84 ജന്മങ്ങളെടുത്ത് പടികൾ ഇറങ്ങി സദോ പ്രധാനത്തിൽ നിന്നും സദോ രജോ തമോയിലേക്ക് വന്നിരിക്കുന്നു. ആദ്യം സദോ പ്രധാനമായിരുന്നു. അപ്പോൾ പവിഴ ബുദ്ധിയായിരുന്നു. പിന്നെ ആത്മാവിൽ മാലിന്യം വരുന്നു. മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. ബാബ പറയുന്നു, നിങ്ങൾ ഒന്നും അറിഞ്ഞിരുന്നില്ല. ബ്ലൈൻഡ് ഫെയ്ത്ത് ആയിരുന്നു. അറിയാതെ ആരെയെങ്കിലും പൂജിക്കുന്നതിനെയും ഓർമ്മിക്കുന്നതിനെയും ബ്ലൈൻഡ് ഫെയ്ത്ത്, അതായത് അന്ധവിശ്വാസം എന്ന് പറയുന്നു. തൻ്റെ ശ്രേഷ്ഠ ധർമ്മവും ശ്രേഷ്ഠ കർമ്മവും മറന്നു പോകുന്നതിലൂടെ അവർ കർമ്മഭ്രഷ്ടരും ധർമ്മഭ്രഷ്ടരുമാകുന്നു. ഭാരതവാസികൾ ഈ സമയം ദേവതാധർമ്മത്തെക്കാൾ ഭ്രഷ്ടമാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, വാസ്തവത്തിൽ നിങ്ങൾ പ്രവൃത്തി മാർഗത്തിലുള്ളവരാണ്. അതേ ദേവതമാർ എപ്പോഴാണോ അപവിത്രമാകുന്നത്, അപ്പോൾ ദേവി ദേവന്മാർ എന്ന് പറയുവാൻ സാധിക്കില്ല. അതിനാൽ പേര് മാറ്റി ഹിന്ദു ധർമ്മം എന്ന് വച്ചിരിക്കുന്നു. ഇതും ഉണ്ടാകുന്നത് ഡ്രാമ പ്ലാൻ അനുസരിച്ചാണ്.
എല്ലാവരും ഹേ പതീത പാവന വരൂ എന്ന് ഒരേ ഒരു ബാബയെ തന്നെയാണ് വിളിക്കുന്നത്. ആ ഒരേ ഒരു ഗോഡ് ഫാദർ ജനന മരണ രഹിതനാണ്. നാമരൂപത്തിൽ നിന്നും വേറിട്ട ഒന്നാണ് എന്നല്ല. ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും രൂപം വളരെ സൂക്ഷ്മമാണ്. അതിനെ സ്റ്റാർ അഥവാ ബിന്ദു എന്ന് പറയുന്നു. ശിവന്റെ പൂജ ചെയ്യുന്നു. ശരീരമില്ലല്ലോ. ഇപ്പോൾ ആത്മാവാകുന്ന ബിന്ദുവിന്റെ പൂജ ഉണ്ടാവുക സാധ്യമല്ല. അതിനാൽ പൂജിക്കുന്നതിന് വേണ്ടി അതിനെ വലുതായി ഉണ്ടാക്കുന്നു. ശിവന്റെ പൂജ ചെയ്യുന്നതായി മനസ്സിലാക്കുന്നു. എന്നാൽ ആ ഒന്നിന്റെ രൂപം എന്താണ് അതറിയുന്നില്ല. ഈ എല്ലാ കാര്യങ്ങളും ബാബ ഈ സമയം തന്നെയാണ് വന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. ബാബ പറയുന്നു, നിങ്ങൾ തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. 84 ലക്ഷം ജീവജന്തുക്കളുടെ ഒരു കെട്ടുകഥ ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ ബാബ കുട്ടികളായ നിങ്ങൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണരായിരിക്കുന്നു, പിന്നെ ദേവതയാകണം. കലിയുഗി മനുഷ്യർ ശൂദ്രരാണ്. ബ്രാഹ്മണരായ നിങ്ങളുടെ എയിം ഓബ്ജക്റ്റാണ് മനുഷ്യനിൽ നിന്നും ദേവതയാവുക എന്നത്. ഈ മൃത്യുലോകം പതീത ലോകമാണ്. പുതിയ ലോകം അതായിരുന്നു. അവിടെ ഈ ദേവീ ദേവതമാർ രാജ്യം ഭരിച്ചിരുന്നു. ഇവരുടെ ഒരേ ഒരു രാജ്യമുണ്ടായിരുന്നു. ഇവർ മുഴുവൻ വിശ്വത്തിന്റെ അധികാരികളായിരുന്നു. ഇപ്പോഴാണെങ്കിൽ തമോ പ്രധാന ലോകമാണ്. അനേകം ധർമ്മങ്ങളുണ്ട്. ഈ ദേവീ ദേവതാ ധർമ്മം പ്രായേണ ലോപിച്ചുപോയി. ദേവീ ദേവന്മാരുടെ രാജ്യം എപ്പോൾ ഉണ്ടായിരുന്നു? എത്ര സമയം തുടർന്നു? ഈ വേൾഡിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ആരും അറിയുന്നില്ല. ബാബ തന്നെയാണ് വന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നത്. ഇതാണ് ഗോഡ് ഫാദർലി വേൾഡ് യൂണിവേഴ്സിറ്റി. ഇതിൻ്റെ എയിം ഓബ്ജക്റ്റാണ് അമരലോകത്തിലെ ദേവതയാക്കി മാറ്റുക എന്നത്. ഇതിനെ അമരകഥ എന്നും പറയുന്നു. നിങ്ങൾ ഈ നോളജിലൂടെ ദേവതയായി കാലത്തിൻ്റെ മേൽ ജയം നേടുന്നു. അവിടെ ഒരിക്കലും കാലത്തിന് ഭക്ഷിക്കുവാൻ സാധിക്കില്ല. മരിക്കുക എന്ന പേര് അവിടെയില്ല. ഇപ്പോൾ നിങ്ങൾ കാലത്തിൻ്റെ മേൽ ജയം നേടിക്കൊണ്ടിരിക്കുന്നു. ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് ഭാരതവാസികളും 5 വർഷത്തിൻ്റെയോ 10 വർഷത്തിൻ്റെയോ പ്ലാൻ തയ്യാറാക്കാറുണ്ടല്ലോ. നമ്മൾ രാമരാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് മനസ്സിലാക്കുന്നു. പരിധിയില്ലാത്ത ബാബയുടെയും പ്ലാനാണ് രാമരാജ്യം ഉണ്ടാക്കുക എന്നത്. അവരെല്ലാം മനുഷ്യരാണ്. മനുഷ്യർക്ക് രാമരാജ്യം സ്ഥാപിക്കുവാൻ സാധിക്കില്ല. രാമരാജ്യം എന്ന് പറയുന്നത് തന്നെ സത്യയുഗത്തെയാണ്. ഈ കാര്യങ്ങൾ ആരും അറിയുന്നില്ല. മനുഷ്യർ എത്ര ഭക്തി ചെയ്യുന്നു, ശാരീരിക യാത്രകൾ ചെയ്യുന്നു. പകൽ, അതായത് സത്യയുഗത്തിലും ത്രേതായിലും ഈ ദേവതമാരുടെ രാജ്യമായിരുന്നു. പിന്നെ രാത്രിയിൽ ഭക്തിമാർഗം ആരംഭിക്കുന്നു. സത്യയുഗത്തിൽ ഭക്തി ഉണ്ടായിരിക്കുന്നില്ല. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം, ഇത് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. വൈരാഗ്യം 2 പ്രകാരത്തിലുണ്ട്. ഒന്നാണ് ഹഠയോഗി നിവൃത്തി മാർഗത്തിലുള്ളവരുടേത്. അവർ വീടും കുടുംബവും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ മൃത്യുലോകത്തിൻ്റെയും പരിധിയില്ലാത്ത സന്യാസം ചെയ്യേണ്ടതുണ്ട്. ബാബ പറയുന്നു, ഈ മുഴുവൻ ലോകവും ഭസ്മമാകാൻ പോകുന്ന ഒന്നാണ്. ഡ്രാമയെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. പേനിനെ പോലെ നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എന്തെല്ലാം സംഭവിക്കുന്നുവോ വീണ്ടും കൽപ്പത്തിൻ്റെ 5000 വർഷത്തിനു ശേഷം
അതേപോലെ റിപ്പീറ്റ് ആകും, അതായത് ആവർത്തിക്കപ്പെടും. ഇതിനെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി പരിധിയില്ലാത്ത സന്യാസം ചെയ്യണം. ആരെങ്കിലും വിദേശത്ത് പോകുന്നു എന്ന് വിചാരിക്കുക. അവിടെയും നമുക്ക് ഈ നോളജ് പഠിക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. ബാബ പറയുന്നു, അതെ, എവിടെയും ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും. ഇതിൽ ആദ്യം 7 ദിവസത്തെ കോഴ്സ് എടുക്കേണ്ടി വരും. വളരെ സഹജമാണ്. ആത്മാവിന് കേവലം ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സദോ പ്രധാന വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. അപ്പോൾ സദോ പ്രധാനമായിരുന്നു. ഇപ്പോൾ തമോ പ്രധാനമായിരിക്കുന്നു. 84 ജന്മങ്ങളിൽ തികച്ചും വർത്ത് നോട്ട് എ പെന്നിയായി മാറിയിരിക്കുന്നു. അതായത് ചില്ലിക്കാശിന് വിലയില്ലാത്തവരായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ പൗണ്ട് എങ്ങനെയാകും, അതായത് മൂല്യമുള്ളവർ എങ്ങനെയാകാം? ഇപ്പോൾ കലിയുഗമാണ്. വീണ്ടും തീർച്ചയായും സത്യയുഗം ഉണ്ടാകണം. ബാബ എത്ര സിമ്പിളായി മനസ്സിലാക്കിച്ചു തരുന്നു. 7 ദിവസത്തെ കോഴ്സ് മനസ്സിലാക്കണം. ഇങ്ങനെ നമ്മൾ സദോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമായി. കാമചിതയിലിരുന്നാണ് തമോ പ്രധാനമായത്. ഇപ്പോൾ പിന്നെ ജ്ഞാനചിതയിലിരുന്ന് സദോ പ്രധാനമാകണം. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആകുന്നു. ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുവല്ലോ. ഇപ്പോൾ സംഗമയുഗമാണ്. പിന്നെ സത്യയുഗമുണ്ടാകും. ഇപ്പോൾ നമ്മൾ കലിയുഗി വിഷ്യസ്, അതായത് വികാരി ആയിരിക്കുന്നു. വീണ്ടും സത്യയുഗി വൈസ്ലെസ്, അതായത് നിർവികാരി എങ്ങനെയാകാം? അതിനുവേണ്ടി ബാബ വഴി പറഞ്ഞു തരുന്നു. വിളിക്കുന്നുമുണ്ട്. നമ്മളിൽ ഒരു ഗുണവുമില്ല. ഇപ്പോൾ നമ്മളെ ഇങ്ങനെ ഗുണവാനാക്കി മാറ്റൂ. ആരാണോ കഴിഞ്ഞ കൽപ്പത്തിൽ ആയിരുന്നത് അവർക്ക് തന്നെയാണ് വീണ്ടും ആകേണ്ടത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ആദ്യം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആത്മാവ് തന്നെയാണ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ദേഹി അഭിമാനിയാകണം. ഇപ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ദേഹി അഭിമാനി ആകുന്നതിൻ്റെ ശിക്ഷണം ലഭിക്കുന്നത്. നിങ്ങൾ സദാ ദേഹി അഭിമാനിയായിരിക്കും എന്നല്ല, അങ്ങനെയല്ല. സത്യയുഗത്തിലാണെങ്കിൽ പേര് ശരീരത്തിനാണ് ഉണ്ടായിരിക്കുന്നത്. ലക്ഷ്മി നാരായണന്റെ നാമത്തിൽ തന്നെയാണ് മുഴുവൻ കാര്യവ്യവഹാരവും നടക്കുന്നത്. ഇപ്പോൾ ഇത് സംഗമയുഗമാണ്. ഇതിൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ അശരീരിയായി വന്നിരുന്നു, പിന്നെ അശരീരിയായി തിരികെ പോകേണ്ടതുണ്ട്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇതാണ് ആത്മീയ യാത്ര. ആത്മാവ് തൻ്റെ ആത്മീയ പിതാവിനെ ഓർമ്മിക്കുന്നു. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് പാപം ഭസ്മമാകുന്നത്. ഇതിനെ യോഗാഗ്നി എന്ന് പറയുന്നു. ഓർമ്മയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ചെയ്യുവാൻ സാധിക്കും. 7 ദിവസമായി മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഈ സൃഷ്ടിചക്രം എങ്ങനെ തിരിയുന്നു, എങ്ങനെയാണ് നമ്മൾ പടികൾ ഇറങ്ങുന്നത്. ഇപ്പോൾ വീണ്ടും ഈ ഒരു ജന്മത്തിൽ കയറുന്ന കലയുണ്ടാകുന്നു. വിദേശത്ത് കുട്ടികൾ കഴിയുന്നു, അവിടെയും മുരളിപ്പോകുന്നു. ഇത് സ്കൂളാണല്ലോ. വാസ്തവത്തിൽ ഇതാണ് ഗോഡ് ഫാദർലി യൂണിവേഴ്സിറ്റി. ഗീതയുടെ തന്നെ രാജയോഗമാണ്. എന്നാൽ ശ്രീകൃഷ്ണനെ ഭഗവാൻ എന്ന് പറയുകയില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെയും ദേവത എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്ത് വീണ്ടും ദേവതയാകുന്നു. പ്രജാപിത ബ്രഹ്മാവും തീർച്ചയായും ഇവിടെ ഉണ്ടായിരിക്കുമല്ലോ. പ്രജാപിതാവ് മനുഷ്യനാണല്ലോ. പ്രജ തീർച്ചയായും ഇവിടെ തന്നെയാണ് രചിക്കപ്പെടുന്നത്. ഹംസോ എന്നതിൻ്റെ അർത്ഥം ബാബ വളരെ സഹജമായ രീതിയിൽ മനസ്സിലാക്കിച്ചു തന്നു.
ഭക്തിമാർഗത്തിലാണെങ്കിൽ പറയുന്നു, ഞാൻ ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്ന്. അതിനാൽ പരമാത്മാവിനെ സർവവ്യാപി എന്ന് പറയുന്നു. ബാബ പറയുന്നു, സർവരിലും വ്യാപകമായത് ആത്മാവാണ്. ഞാൻ എങ്ങനെ വ്യാപിക്കും? നിങ്ങൾ എന്നെ വിളിക്കുന്നത് തന്നെ ഹേ പതീത പാവന വരൂ, നമ്മെ പാവനമാക്കൂ എന്നാണ്. നിരാകാര ആത്മാക്കളെല്ലാം വന്ന് അവരവരുടെ രഥം സ്വീകരിക്കുന്നു. ഓരോ അകാലമൂർത്തിയായ ആത്മാവിൻ്റെയും സിംഹാസനം ഇതാണ്. സിംഹാസനം എന്ന് പറയാം, അഥവാ രഥം എന്ന് പറയാം. ബാബയ്ക്കാണെങ്കിൽ രഥമില്ല. ആ ഒന്ന് നിരാകാരൻ എന്നു തന്നെയാണ് പാടപ്പെടുന്നത്. സൂക്ഷ്മ ശരീരവുമില്ല, സ്ഥൂല ശരീരവുമില്ല. നിരാകാരൻ സ്വയം രഥത്തിൽ എപ്പോഴാണോ ഇരിക്കുന്നത് അപ്പോഴാണ് സംസാരിക്കുവാൻ സാധിക്കുന്നത്. രഥമില്ലാതെ പതീതരെ എങ്ങനെ പാവനമാക്കി മാറ്റും? ബാബ പറയുന്നു, നിരാകാരനായ ഞാൻ വന്ന് ഇതിനെ ലോൺ എടുക്കുന്നു. ടെമ്പററിയായി ലോൺ എടുത്തിരിക്കുകയാണ്. ഈ ഒന്നിനെ ഭാഗ്യശാലി രഥം എന്ന് പറയുന്നു. ബാബ തന്നെയാണ് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം പറഞ്ഞു തന്ന് കുട്ടികളായ നിങ്ങളെ ത്രികാലദർശിയാക്കുന്നു. മറ്റൊരു മനുഷ്യനും ഈ നോളജ് അറിയുവാൻ സാധിക്കില്ല. ഈ സമയം എല്ലാവരും നാസ്തികരാണ്. ബാബ വന്ന് ആസ്തികരാക്കുന്നു. രചയിതാവിൻ്റെയും രചനയുടെയും രഹസ്യം ബാബ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇപ്പോൾ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കില്ല. നിങ്ങൾ തന്നെയാണ് ഈ ജ്ഞാനത്തിലൂടെ വീണ്ടും ഇത്രയും ഉയർന്ന പദവി നേടുന്നത്. ഈ ജ്ഞാനം കേവലം ഇപ്പോൾ തന്നെയാണ് ബ്രാഹ്മണരായ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ബാബ സംഗമത്തിൽ തന്നെയാണ് വന്ന് ഈ ജ്ഞാനം നൽകുന്നത്. സദ്ഗതി നൽകുന്നവൻ ഒരേ ഒരു ബാബ തന്നെയാണ്. മനുഷ്യർക്ക് സദ്ഗതി നൽകുവാൻ സാധിക്കില്ല. ആ ഗുരുക്കന്മാരെല്ലാം ഭക്തിമാർഗത്തിലേതാണ്. സദ്ഗുരു ഒന്നേ ഉള്ളൂ. ആ ഒന്നിനെ ആഹാ സദ്ഗുരു ആഹാ എന്ന് പറയുന്നു. ഇതിനെ പാഠശാല എന്ന് പറയുന്നു. എയിം ഓബ്ജക്റ്റ് നരനിൽ നിന്നും നാരായണൻ ആകുന്നതിൻ്റെതാണ്. അതെല്ലാം ഭക്തിമാർഗത്തിലെ കഥകളാണ്. ഗീതയിലൂടെയും ഒരു പ്രാപ്തിയും ഉണ്ടാകുന്നില്ല. ബാബ പറയുന്നു, ഞാൻ കുട്ടികളായ നിങ്ങളെ നേരിട്ട് വന്ന് പഠിപ്പിക്കുന്നു. അതിലൂടെ നിങ്ങൾ ഈ പദവി നേടുന്നു. ഇതിൽ മുഖ്യമായത് പവിത്രമാകുന്നതിൻ്റെ കാര്യമാണ്. ബാബയുടെ ഓർമ്മയിലിരിക്കണം. ഇതിൽ തന്നെയാണ് മായ വിഘ്നമിടുന്നത്. നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നു തൻ്റെ സമ്പത്ത് നേടുന്നതിനു വേണ്ടി. ഈ നോളജ് എല്ലാ കുട്ടികളുടെ അടുക്കലും പോകുന്നു. ഒരിക്കലും മുരളി മിസ്സാകരുത്. മുരളി മിസ്സായി എങ്കിൽ ആബ്സെൻ്റ് ആകുന്നു. മുരളിയിലൂടെ എവിടെയിരുന്നും റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. ശ്രീമത്ത് അനുസരിച്ച് നടക്കേണ്ടി വരും. പുറത്തു പോകുന്നു എങ്കിൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, തീർച്ചയായും പവിത്രമാകണം, വൈഷ്ണവനായി ഇരിക്കണം. വൈഷ്ണവർ 2 പ്രകാരത്തിലുണ്ട്. വൈഷ്ണവ വല്ലഭാചാരിയുമുണ്ട്. എന്നാൽ വികാരത്തിലേക്ക് പോകുന്നു, പവിത്രമല്ല. നിങ്ങൾ പവിത്രമായി വിഷ്ണുവംശിയാകുന്നു. അവിടെ നിങ്ങൾ വൈഷ്ണവരായിരിക്കും. വികാരത്തിലേക്ക് പോകില്ല. അതാണ് അമരലോകം. ഇതാണ് മൃത്യുലോകം. ഇവിടെ വികാരത്തിൽ പോകുന്നു. ഇപ്പോൾ നിങ്ങൾ വിഷ്ണുപുരിയിലേക്ക് പോകുന്നു. അവിടെ വികാരം ഉണ്ടായിരിക്കുന്നില്ല. അതാണ് വൈസ്ലെസ് വേൾഡ്. യോഗബലത്തിലൂടെ നിങ്ങൾ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നേടുന്നു. അവർ 2 പേരും പരസ്പരം അടികൂടുന്നു. വെണ്ണ ഇടയിലുള്ള നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ തൻ്റെ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. സർവർക്കും ഇതേ സന്ദേശം നൽകണം. ചെറിയ കുട്ടികൾക്കും അവകാശമുണ്ട്. ശിവബാബയുടെ കുട്ടികളാണല്ലോ.
അപ്പോൾ എല്ലാവർക്കും അവകാശമുണ്ട്. എല്ലാവരോടും പറയണം, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. മാതാപിതാക്കൾക്ക് ജ്ഞാനമുണ്ടായിരിക്കുമെങ്കിൽ കുട്ടികളെയും മനസ്സിലാക്കിക്കും. ശിവബാബയെ ഓർമ്മിക്കൂ. ശിവബാബയല്ലാതെ രണ്ടാമത് ആരുമില്ല. ഒന്നിൻ്റെ ഓർമ്മയിലൂടെ തന്നെയാണ് തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായി മാറുന്നത്. ഇതിൽ പഠനം വളരെ നല്ല രീതിയിൽ ആവശ്യമാണ്. വിദേശത്ത് കഴിയുമ്പോഴും നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും. ഇതിൽ പുസ്തകമോ മറ്റോ ഒന്നും ആവശ്യമില്ല. എവിടെയിരുന്നും നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും. ബുദ്ധിയിലൂടെ ഓർമ്മിക്കുവാൻ സാധിക്കും. ഈ പഠനം എത്ര സഹജമാണ്. യോഗം അഥവാ ഓർമ്മയിലൂടെ ബലം ലഭിക്കുന്നു. നിങ്ങളിപ്പോൾ വിശ്വത്തിൻ്റെ അധികാരിയായിക്കൊണ്ടിരിക്കുന്നു. ബാബ രാജയോഗം പഠിപ്പിച്ച് പാവനമാക്കി മാറ്റുന്നു. അതാണ് ഹഠയോഗം, ഇതാണ് രാജയോഗം. ഇതിൽ പഥ്യം വളരെ നല്ല രീതിയിൽ ആവശ്യമാണ്. ഈ ലക്ഷ്മി നാരായണന്മാരെ പോലെ സർവഗുണസമ്പന്നമാകണമല്ലോ. ആഹാരപാനീയത്തിൻ്റെയും പഥ്യം ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ബാബയെ ഓർമ്മിക്കണം. അപ്പോൾ ജന്മജന്മാന്തരങ്ങളിലെ പാപം മുറിയും. ഇതിനെ പറയുന്നത് സഹജ രാജയോഗം എന്നാണ്. രാജപദം പ്രാപ്തമാക്കുന്നതിനു വേണ്ടി, അഥവാ രാജപദം നേടിയില്ലെങ്കിൽ ദരിദ്രമായി പോകും. ശ്രീമത്തനുസരിച്ച് പൂർണ്ണമായും നടക്കുന്നതിലൂടെ ശ്രേഷ്ഠമാകും. ഭ്രഷ്ടത്തിൽ നിന്നും ശ്രേഷ്ഠമാകണം. അതിനുവേണ്ടി ബാബയെ ഓർമ്മിക്കണം. കഴിഞ്ഞ കൽപ്പത്തിലും നിങ്ങൾ തന്നെയാണ് ഈ ജ്ഞാനം എടുത്തിരുന്നത്. അത് വീണ്ടും ഇപ്പോൾ എടുക്കുകയാണ്. സത്യയുഗത്തിൽ മറ്റൊരു രാജ്യവും ഉണ്ടായിരുന്നില്ല. അതിനെ പറയുന്നത് സുഖധാമം എന്നാണ്. ഇപ്പോൾ ഇത് ദുഃഖധാമമാണ്. എവിടെ നിന്നാണോ നമ്മൾ ആത്മാക്കൾ വന്നത്, അതാണ് ശാന്തിധാമം. ശിവബാബയ്ക്ക് അതിശയം തോന്നുന്നു. ലോകത്തിൽ മനുഷ്യർ എന്തെല്ലാമാണ് ചെയ്യുന്നത്. കുട്ടികൾ ജനിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയും എത്ര പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ബാബയുടെ തന്നെ കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ബാബ ഉടൻ ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്ത് ബാക്കി എല്ലാ അനേകം ധർമ്മങ്ങളുടെയും വിനാശം ചെയ്യിക്കുന്നു ഒറ്റയടിക്ക്. അവർ ജനനം കുറയ്ക്കുന്നതിന് വേണ്ടി എത്ര ഔഷധങ്ങളും മറ്റുമാണ് ഇറക്കുന്നത്. ബാബയുടെ അടുക്കൽ ഒരേ ഒരു ഔഷധമുണ്ട്. ഏകധർമ്മത്തിൻ്റെ സ്ഥാപന ഉണ്ടാകണം. ഇവർ പവിത്രമായി കൊണ്ടിരിക്കുന്നു എന്ന് എല്ലാവരും പറയുന്ന സമയം വന്നു ചേരും. പിന്നെ ഔഷധത്തിൻ്റെയും മറ്റും എന്താവശ്യമാണുള്ളത്? നിങ്ങൾക്ക് ബാബ മന്മനാഭവയുടെ ഔഷധം നൽകി. അതിലൂടെ നിങ്ങൾ 21 ജന്മത്തേക്ക് പവിത്രമാകുന്നു. ശരി, മധുരമധുരമായ ശ്രീഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പവിത്രമായി പക്ക വൈഷ്ണവനാകണം. ആഹാരപാനീയങ്ങളുടെയും പൂർണ്ണ പഥ്യം വയ്ക്കണം. ശ്രേഷ്ഠമാകുന്നതിന് വേണ്ടി ശ്രീമത്ത് അനുസരിച്ച് തീർച്ചയായും നടക്കണം. മുരളിയിലൂടെ സ്വയം തന്നെ റിഫ്രഷ് ആക്കണം. എവിടെ കഴിയുമ്പോഴും സദോ പ്രധാനം ആകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. മുരളി ഒരു ദിവസം പോലും മിസ് ചെയ്യരുത്. വരദാനം: സ്വമംഗളത്തിൻ്റെ പ്രത്യക്ഷ തെളിവിലൂടെ വിശ്വമംഗളത്തിൻ്റെ സേവനത്തിൽ സദാ സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. ഏതുപോലെ ഇക്കാലത്ത് ഹാർട്ട് ഫെയിൽ ആകുന്നതിൻ്റെ ശാരീരിക രോഗം കൂടുതലാണോ, അതേപോലെ ആധ്യാത്മിക ഉന്നതിയിൽ നിരാശമാകുന്നതിൻ്റെ രോഗം കൂടുതലാണ്. ഇങ്ങനെ നിരാശമായ ആത്മാക്കളിൽ പ്രാക്ടിക്കൽ പരിവർത്തനം കാണുമ്പോൾ മാത്രമേ
ധൈര്യവും ശക്തിയും വരികയുള്ളൂ. ധാരാളം കേട്ടുകഴിഞ്ഞു, ഇപ്പോൾ കാണുവാൻ ആഗ്രഹിക്കുന്നു. തെളിവിലൂടെ പരിവർത്തനം ആഗ്രഹിക്കുന്നു. അപ്പോൾ വിശ്വമംഗളത്തിനു വേണ്ടി സ്വമംഗളം ആദ്യം സാമ്പിൾ രൂപത്തിൽ കാണിക്കൂ. വിശ്വമംഗളത്തിൻ്റെ സേവനത്തിൽ സഫലതാമൂർത്തി ആകുന്നതിനുള്ള ഉപാധിയാണ് പ്രത്യക്ഷ തെളിവ്. ഇതിലൂടെ തന്നെയാണ് ബാബയുടെ പ്രത്യക്ഷത ഉണ്ടാകുന്നത്. എന്ത് പറയുന്നുവോ അത് താങ്കളുടെ സ്വരൂപത്തിലൂടെ പ്രാക്ടിക്കലിൽ കാണപ്പെടണം. അപ്പോൾ അംഗീകരിക്കും. സ്ലോഗൻ: മറ്റുള്ളവരുടെ വിചാരങ്ങളെ തൻ്റെ വിചാരങ്ങളുമായി യോജിപ്പിക്കുക. ഇതുതന്നെയാണ് റിഗാർഡ് നൽകുക എന്നത്. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവും ആകുന്നതിൻ്റെ ഈണം മുഴക്കൂ. കർമാതീതം ആകുന്നതിനായി ചെക്ക് ചെയ്യൂ. എത്രത്തോളം കർമ്മങ്ങളുടെ ബന്ധനത്തിൽ നിന്നും വേറിട്ടവരായി. ലൗകികവും അലൗകികവും കർമ്മവും സംബന്ധവും രണ്ടിലും സ്വാർത്ഥഭാവത്തിൽ നിന്നും എത്രത്തോളം മുക്തമായി. എപ്പോഴാണോ കർമ്മങ്ങളുടെ കണക്കിൽ നിന്നും ഏതെങ്കിലും വ്യർത്ഥ സ്വഭാവ സംസ്കാരത്തിന് വശപ്പെടുന്നതിൽ നിന്നും മുക്തമാകുന്നത്, അപ്പോൾ കർമാതീത സ്ഥിതി പ്രാപ്തമാക്കുവാൻ സാധിക്കും. ഏതെങ്കിലും സേവനം, സംഘടന, പ്രകൃതിയുടെ പരിതസ്ഥിതി, സ്വസ്ഥിതിയെ അഥവാ ശ്രേഷ്ഠസ്ഥിതിയെ ഇളക്കരുത്. ഈ ബന്ധനത്തിൽ നിന്ന് പോലും മുക്തമായി ഇരിക്കുന്നത് തന്നെയാണ് കർമാതീത സ്ഥിതിയുടെ സമീപത. ഓം ശാന്തി. വ്യക്ത ലോകത്തിലെ സർവ വിസ്താരങ്ങളിൽ നിന്നും മനസ്സിനെ ഒതുക്കി മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ആത്മസ്വരൂപത്തിൽ ഏകാഗ്രതയോടെ മനസ്സിനെ ഞാൻ സ്ഥിരമാക്കുന്നു. ശാന്തിയാകുന്ന എൻ്റെ സ്വധർമ്മത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ആത്മജ്യോതിയിൽ നിന്നും ശാന്തിയുടെ പ്രകാശകിരണങ്ങൾ നാല് ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. വ്യക്തഭാവത്തിനും ഉപരി സ്ഥിതി ചെയ്തുകൊണ്ട് എൻ്റെ അവ്യക്ത സ്വരൂപം ഞാൻ ധാരണ ചെയ്യുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ്. പ്രകാശത്തിൻ്റെ ആകാരി സ്വരൂപത്തിൽ ലൈറ്റ് രൂപമായി ഞാൻ
സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥിതിയിൽ ഇരിക്കുമ്പോൾ അവ്യക്ത മൂർത്തിയായ ബാപ് ദാദയുടെ സാമീപ്യം എനിക്ക് സഹജമായി അനുഭവപ്പെടുന്നു. അവ്യക്ത ബാപ് ദാദയുടെ മുന്നിൽ സ്ഥിതി ചെയ്യുമ്പോൾ ബാപ് ദാദയുടെ വരദാനി ദൃഷ്ടി എന്നിൽ പതിയുന്നു. സഫലത നക്ഷത്രമായി ഭവിക്കുവാനുള്ള വരദാനം ബാപ് ദാദ എനിക്ക് നൽകുന്നു. ബാപ് ദാദയുടെ ദൃഷ്ടിയുടെ വരദാനങ്ങളുടെ അലൗകിക അനുഭവം സ്വീകരിച്ചുകൊണ്ട് ഞാൻ ബിന്ദുരൂപമായി മാറുന്നു. ബിന്ദുരൂപമായ ശിവ് ബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബയുടെ അതി തേജസ്വി കിരണങ്ങൾ എന്നിൽ പതിക്കുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും സാരരൂപത്തിൽ പ്രാപ്തമാകുന്നതിൻ്റെ അനുഭവം എനിക്കുണ്ടാകുന്നു. സർവ ഈശ്വരീയ ഖജനാവുകളും സാരരൂപത്തിൽ ഉൾക്കൊള്ളുന്ന ഈ ശക്തിശാലി ബിന്ദുരൂപ അവസ്ഥയിൽ ബിന്ദുരൂപനായ ബാബയുടെ ശക്തിശാലി ഓർമ്മ ഉൾക്കൊള്ളുന്ന ശക്തിശാലി മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു.